നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക ചെയ്യുമ്പോഴാണ് കുഞ്ചാക്കോ ബോബന് ഇങ്ങനെയുള്ളൊരു നർമ്മഭാവം അവതരിപ്പിക്കാൻ വളരെ ഈസിയായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. കാര്യം ഒരു സുമുഖനായ ഒരു കോളേജ് ബോയ്ക്ക് അപ്പുറത്ത് ആരും ചാക്കോച്ചനെ കണ്ടിരുന്നില്ല. അതിൽ സംയുക്ത വർമ്മയുടെ ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. ഇവനൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയിൽ അവൻ മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ സംയുക്ത വർമ്മ നടന്നു വരുന്നതാണ്. അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ സീൻ. അതിൽ ഇവളുടെ ചോദ്യങ്ങൾക്ക് ഇവൻ മറുപടി പറയുന്നതും മലയാളം അറിയാത്ത ഒരാളായിട്ട് അഭിനയിക്കുന്നതും ആ കൂടി നിന്നവർ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു. തിയേറ്ററിൽ വിത്ത് ഓഡിയൻസ് ഞാനത് കാണുകയും ആളുകൾ അതേ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്തു. കാര്യം അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ മനസ്സ് വെച്ചാൽ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബന് നല്ല സന്ദർഭങ്ങൾ കൊടുത്താൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിൽ അഭിനയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കുഞ്ചാക്കോ ബോബൻ ശരിക്കും പറഞ്ഞാൽ വളരെ കാലിബറുള്ളൊരു ആക്ടറാണ്. അയാളെ യൂട്ടിലൈസ് ചെയ്യാവുന്ന കഥാപാത്രങ്ങളെപ്പറ്റി സംവിധായകർ കൂടുതൽ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ലോഹിദാസ് കുഞ്ചാക്കോ ബോബൻ ഇട്ടിട്ടാണ് പടം ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ തമിഴിലൊക്കെ ധാരാളം ഹീറോസ് ഉണ്ട്. നമുക്ക് എണ്ണി നോക്കിയാൽ 25 ഹീറോയെങ്കിലും തമിഴിലുണ്ട്. മലയാളത്തിൽ ആകെ കൂടി 4-5 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള നായകന്മാർ ധാരാളം വരണം. അതിൽ ഒരു മോശമില്ലാത്ത സ്ഥാനമാണ് കുഞ്ചാക്കോ ബോബൻ്റെ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നടന്മാരെ മുഴുവൻ വിളിച്ചിരുത്തിയിട്ട് എടുക്കാൻ പോകുന്ന സീൻ ഞാൻ വായിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്പാർക്കുകൾ ഇവരിൽ തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് റിഹേഴ്സൽ സമയത്ത് ചിലപ്പോൾ ഒരു കോൺട്രിബ്യൂട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ ഇന്ന രീതിയിൽ ചെയ്താലോ, അത് നല്ലതാണെങ്കിൽ മിക്കവാറും നല്ലതായിരിക്കും. നല്ലത് മാത്രമേ ഈ ബുദ്ധിയുള്ള നടന്മാർ പറയാറുള്ളൂ. അപ്പോൾ അതിലെ പലതും ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മമ്മൂട്ടി ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സിനിമകൾ കാണുമ്പോൾ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുകയാണെന്ന് തോന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരിക്കലും ഞാൻ അവരെ വളരെ കൂടുതൽ ചരട് വലിച്ചിട്ട് നിർത്താറില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു രേഖയുണ്ടാവും, ഒരു ലക്ഷ്മണ രേഖയുണ്ടാവും. അത് കടക്കാൻ ഞാൻ അനുവദിക്കാറില്ല. പക്ഷേ ഒരിക്കലും അവരറിയാറില്ല അവരെ ഞാൻ നിയന്ത്രിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരുടെ മാക്സിമം കഴിവുകൾ ഉപയോഗിക്കാൻ എനിക്ക് അവസരം ലഭിക്കാറുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഹരവും ലഹരിയുമാണ്. കാര്യം ഒരു ജോലിയല്ല അത്. ഷൂട്ടിംഗ് തുടങ്ങാറാകുമ്പോൾ ഏതാണ്ട് ഒരു കല്യാണം അടുക്കാറായപ്പോഴുള്ള ഒരു ആഘോഷമായിട്ടാണ് മനസ്സിൽ തോന്നാറുള്ളത്. കാര്യം ഒരുപാട് മാനസികമായി പൊരുത്തമുള്ള ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ച് കാണാനും നമുക്ക് തന്നെ സ്വയം ശുദ്ധീകരിക്കാനും സാധിക്കുന്ന ഒരവസരം കൂടിയായിട്ടാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ കാണാറുള്ളത്. എന്നെപ്പറ്റി പൊതുവേ എല്ലാവരും പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു സിനിമയിൽ എൻ്റെ യൂണിറ്റിൽ വന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ സ്ഥിരം നാടകവേദി പോലെ എൻ്റെ കൂടെ കൂടും എന്ന്. അതായത് ഒരു സിനിമാ ബന്ധത്തിനപ്പുറത്തുള്ളൊരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു അടുപ്പം എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടുണ്ടാവാറുണ്ട്. അത് വലിയവരായാലും ചെറിയവരായാലും ആരായാലും. ജയറാം മോഹൻലാലായിരുന്നു. ഒരു കാലത്ത് ഒരുപാട് പടങ്ങൾ 19 സിനിമകളിൽ മോഹൻലാലായിരുന്നു അഭിനയിച്ചിരുന്നത്. അതിനുശേഷം ലാലിൻ്റേതായിട്ടുള്ള തിരക്കുകളിലേക്ക് പോയപ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് ചെയ്യാവുന്ന സബ്ജക്റ്റുകൾ വരുമ്പോൾ എനിക്കന്ന് വളരെ ഈസിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്ന ഒരു നടനായിരുന്നു ജയറാം. ജയറാമിനെ തന്നെ തുടർച്ചയായിട്ട് ഇടാനുള്ള പ്രധാന കാരണം ഞാൻ പറയുന്ന സീനുകളും ഞാൻ പറയുന്ന കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളും വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ജയറാമിനെന്നുള്ള ഒന്ന്. മറ്റൊന്ന് വളരെ ഫ്ലെക്സിബിളാണ് ജയറാം. ഇപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഡോറിൽ അടുത്ത വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരാൾ ദിവസം കാണുന്ന ഒരാൾ ഒരു ഇൻക്യുബേഷനും ഇല്ലാതെ നന്നായി ബിഹേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ സിനിമയുടെ പ്രാഥമികമായ നല്ല പാടെന്ന് പറയുന്നത്, അഭിനയമല്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യുന്ന എൻ്റെ കഥാപാത്രങ്ങൾ വളരെ സൂട്ടബിളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ജയറാം. ഒരു കഥ ജനിക്കുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രം ഒരു ഹീറോ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ആത്മാംശമുള്ള ഒരു കഥാപാത്രമായിരിക്കും. അപ്പോൾ അത് ഇന്ന ആൾ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കപ്പെടും. അപ്പോൾ അവരുടെ ചെയ്തികളിലേക്ക് നമ്മൾ അറിയാതെ ഈ സീൻസ് കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് ഈ കഥാപാത്രത്തിന് രൂപപ്പെടുത്താറുണ്ട്. അല്ലാതെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു ക്ലീഷേ ഡയലോഗുണ്ട്, ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക, അങ്ങനെയല്ല സംഭവം. പക്ഷേ ഒരു നടൻ്റെ കഴിവുകൾ മാക്സിമം ഉപയോഗിക്കാൻ അയാളെ മനസ്സിൽ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ മോഹൻലാലാണ് അഭിനയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടൊരു കഥാപാത്രത്തിന് രൂപപ്പെടുത്തിയാൽ നമുക്ക് കുറേ കൂടി ഈസിയാണ് അത്. അതുപോലെ ജയറാമാണ് ഇന്ന കഥാപാത്രം ചെയ്യുന്നത്, ഇന്നസെൻ്റാണ് ഇന്ന ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് ആദ്യമേ ഒരു രേഖ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള അങ്ങനെ തന്നെയാണ്. ഒരു ഔട്ട്ലൈൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന ആളുകൾ ചെയ്യും എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് അവരുടെ മാനറിസംസ് ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് അതിനെ രൂപപ്പെടുത്തുന്നത്.